ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സെൻട്രോഡ് ഓഫ് ടി സെക്ഷൻ ആസ് ഷോൺ. ടീയുടെ ഷേപ്പ് ഉള്ള ഒരു സെക്ഷനാണ്, റെക്ടാങ്കിൾ സെക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് സെൻട്രോമാസ് ലൊക്കേഷൻ കണ്ടുപിടിക്കാമെന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫ്രീഡം ആണ് ഏത് ചൂസ് ചെയ്യാന്നുള്ളത്. ചിലപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോമാസ് ലൊക്കേഷൻ ഫ്രോം ദ ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് എത്ര ഹൈറ്റ് മുകളിലോട്ടുണ്ട്, അതായത് എൻ്റെ വൈ കോർഡിനേറ്റ് മാത്രമേ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഫസ്റ്റ് അസൈനേഴ്സ് കോർഡിനേറ്റ് സിസ്റ്റം. ഞാൻ അതായി തുറന്നു എടുക്കുകയാണ്. എവിടെ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവിടെ എക്സും വൈയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോർഡിനേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. ഒരുപക്ഷെ ഞാൻ ഈ ആക്സ് ഇവിടെ എടുക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ എടുക്കുമായിരുന്നു, സിമെട്രിക് ആയിട്ട് എടുക്കുമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. കാര്യം ഞാൻ ഈ വെച്ചേക്കുന്ന വൈ ആക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓബ്ജക്റ്റ് സിമെട്രിക് അപ്പുറം ഇപ്പുറം. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് ഡിഫോൾട്ട് 0 ആയിരിക്കും. അപ്പോൾ കാൽക്കുലേഷൻ നടത്തി കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ എടുക്കാം. ഉറപ്പായിട്ടും സെൻട്രോമാസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിന് എക്സ് കോർഡിനേറ്റും ഉണ്ടാവും അല്ലേ, വൈ കോർഡിനേറ്റും ഉണ്ടാവും. അപ്പോൾ 2 കാൽക്കുലേഷൻ നടത്താൻ പറ്റും. ശരി, അപ്പോൾ ഇവിടെ നോക്കി ചിലപ്പോൾ മാസ് തരണമെന്നില്ല. തെറ്റിൻ്റെ പ്രോബ്ലത്തിൽ മാസ് വെച്ച് നമ്മൾ ചെയ്ത് ഇവിടെ മാസ് ഇല്ലാതെ ചെയ്യാൻ പോവാം. അപ്പോൾ മാസ് ഇല്ലാതെ ചെയ്യാൻ പോകുന്നതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ഞാനിപ്പോൾ XCM എടുക്കുവാണെങ്കിൽ നമ്മുടെ ഫോമുല എപ്പോഴും M1 x1 പ്ലസ് M2 x2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. 2 ഒബ്ജക്റ്റല്ലേ ഉള്ളൂ, 2 റെക്റ്റാങ്കിളേ ഉള്ളൂ. ഇത് ഫസ്റ്റ് റെക്റ്റാങ്കിളും ഇത് സെക്കൻഡ് റെക്റ്റാങ്കിളും. അപ്പം മാസ് ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇതിന് ഏരിയ A ഉണ്ട്, തിക്നെസ് T ഉണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു തിക്നെസ് പറഞ്ഞാൽ വോളിയമായി മാറും അല്ലേ. അതായത് നമ്മുടെ ആദ്യത്തെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ചെറിയൊരു തിക്നെസ് T ഉള്ള അതേപോലെ ഏരിയ മുകളിലുള്ള ഒരു കേസ്. അപ്പോൾ ഏരിയ ഇൻറ്റു തിക്നെസ് ഏരിയ നമുക്ക് വോളിയം ഓഫ് ഓബ്ജക്റ്റ് കിട്ടും. ഇൻറ്റു ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാസ് കണ്ടുപിടിച്ചുകൂടെ പറ്റും. മനസ്സിലായോ? അപ്പോൾ ആ കേസിൽ നോക്കുവാണെങ്കിൽ ഞാൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. XCM ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു തിക്നെസ് ഇൻറ്റു റോ x1 പ്ലസ് രണ്ടാമത്തെ ഓബ്ജക്റ്റിന് ഏരിയ ഡിഫറൻറ്റാണ്, പക്ഷേ തിക്നെസ് സെയിം പ്ലാനാർ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുകയാണ്. ഡെൻസിറ്റി ഇൻറ്റു x2 എടുക്കുക ഡിവൈഡഡ് ബൈ മാസ് എടുക്കുമ്പോൾ A1 T റോ പ്ലസ് A2 T റോ വരും. അപ്പോൾ T റോ എല്ലായിടത്തും കോമൺ ആയിട്ടുണ്ട്. കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്താൽ ന്യൂമറേറ്ററിൽ A1 x1 റിമെയിൻ ചെയ്യും. ഇവിടെ T റോ പോയി കഴിഞ്ഞു, ബാക്കി എന്തുകൊണ്ട് A2 x2. താഴെയും T റോ ക്യാൻസൽ ആയിപ്പോണ്ട്. അപ്പോൾ A1 പ്ലസ് A2 വരും. അപ്പോൾ വേറെ സിമ്പിളാണ്. മാസിൻ്റെ സ്ഥാനത്ത് ഇവിടെ മാസ് ആണെങ്കിൽ ആ സ്ഥാനത്ത് നമ്മൾ ഏരിയ കൊടുത്തു, ബാക്കിയെല്ലാം കട്ടായി പോയിക്കോളും. പിടിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ലാമിനയ്ക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് പറയുന്നത്. നേരത്തെ പ്രോബ്ലത്തിൽ അത് പോസിബിളാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ആണ്, ഈ കേസിലും പോസിബിളാണ്. ഏരിയ കണ്ടുപിടിച്ചാൽ മതി, മാസ് തന്നില്ലെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. പിടിയിട്ടോ. അത് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഫോമുല ഇനി എന്തല്ല മാസ് വെച്ചിട്ടല്ല, പകരം നമ്മൾ ഇനി എല്ലാം കംപ്ലീറ്റ് സെൻട്രോമാസ് വെച്ചിട്ടായിരിക്കും, ക്ഷമിക്കണം, ഏരിയ വെച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോവാം. ശരി, അപ്പോൾ ഫോമുല എന്തായി മാറി? A1 x1 പ്ലസ് A2 x2 ഡിവൈഡ് ബൈ A1 പ്ലസ് A2. ഓക്കെ, അപ്പോൾ ഈ തിയറി ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഇത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ അയാൾ അവിടെ ഇരിക്കട്ടെ. ശരി, അപ്പോൾ ആദ്യത്തെ ഏരിയ A1 എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഇതാണ്. അയാളുടെ ഹൈറ്റ് നോക്കി 220 ഉണ്ട്, 220 ഹൈറ്റ് ഉണ്ട്. വിത്ത് എന്ന് പറയുന്നത് 50, ഇത് അവിടെ തന്നിട്ടുണ്ട് 50 ആണ് പറഞ്ഞിട്ടുണ്ട്. 50. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ A1 കിട്ടും. അതേപോലെ A2 എന്ന് പറയുന്ന ഏരിയ നോക്കുമ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഇതാണ്. അയാൾക്ക് 200 ലെങ്ത് ഉണ്ട്, 50 തിക്നെസ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 200 ഇൻറ്റു 50 അല്ലേ, അവിടെ 10,000 എന്ന് പറയുന്ന കേസും വരും. ശരി, അപ്പോൾ 10,000 mm ആണെങ്കിൽ mm² വരും, സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ഇനി ഓരോന്നായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഇയാളുടെ തന്നെ x1 y1 കണ്ടുപിടിക്കാൻ പോകണം. നോക്കുക, അപ്പോൾ x1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം, കറസ്പോണ്ടിങ് ഈ കേസിൽ ഇയാളുടെ സെൻട്രോമാസ് ലൊക്കേഷൻ മിഡ് പോയിന്റിലായിരിക്കും വരിക. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് 220ൻ്റെ പകുതി 110 ആയിരിക്കും. അതേപോലെ ഈ ദൂരം അത് നമുക്കറിയാം, 50യുടെ ഹാഫ് 25 ആയിരിക്കും. പക്ഷേ ഈ ദൂരം നമുക്കറിയില്ല. അത് വെച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആരുടെ ഹെൽപ്പ് എടുക്കാം? നോക്കി, ഇത് 200 ആണ്. അങ്ങനെയാണെങ്കിൽ നേരെ ഹാഫ് ഡിസ്റ്റൻസ് നോക്കിയാലും മതി കേട്ടോ, 100 വരും. അപ്പോൾ സെൻട്രോമാസ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ അതാണ് ഒരു വഴി. 100 എടുത്താൽ മതി. ഓക്കെ, വേറെ എക്സാമ്പിൾ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അത് 100 എടുക്കാൻ പറ്റും, നമുക്ക് 100 എടുക്കാം.
സോ നമുക്ക് എക്സ് 100 എടുക്കാം. അതേപോലെ ഹൈറ്റ് വരുന്നത് 110 ആയിരിക്കും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് x1 y1 കിട്ടി. ക്ലിയർ? ഇനി അടുത്ത കേസിൽ നമുക്ക് x2y2 കണ്ടുപിടിക്കുക. x2y2 കണ്ടുപിടിക്കുകയാണെങ്കിൽ സെൻട്രൽ മാസ് ലൊക്കേഷൻ ഇവിടെ ഇത് 50യുടെ ഹാഫ് 25 വരും, ബാക്കി 220 ഉണ്ട്. അപ്പോൾ നമുക്ക് y1 220 പ്ലസ് 250 245 വരും. ഓക്കെ, ബാക്കി എക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ സിമെട്രിക്കാണ്, നേരത്തെ പറഞ്ഞപ്പോൾ 100 വരുന്നുണ്ടാവും. അപ്പോൾ x1ഉം y1ഉം അതേപോലെ x2y2 നമുക്ക് കറസ്പോണ്ടിങ് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിഎം വൈസിഎം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സിഎം ഈസ് ഈക്വൽ ടു A1 220 × 50 വരുന്നുണ്ട് അല്ലേ. 220 × 50 എന്ന് പറയുമ്പോൾ 11000 അല്ലേ, 1100. A1 x1ൻ്റെ വാല്യൂ 100 ആണ്. പ്ലസ് A2 x2 എന്ന് പറയുമ്പോൾ എത്ര വരും? 200 × 50 10,000 വരും. ഇൻറ്റു x2 എന്ന് പറയുന്നത് 100 ആണ്. സോ ഹോൾ ഡിവൈഡഡ് ബൈ അപ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് എക്സിഎം കണ്ടുപിടിക്കും. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. അതേപോലെ YCM എന്ന് പറയുമ്പോൾ ഇത് ഏരിയ ആദ്യം പറഞ്ഞ പോലെ 11000 ഇൻറ്റു ഓക്കെ y1 എന്ന് പറയുമ്പോൾ 110 ആണ്. പ്ലസ് 10,000 ഇൻറ്റു 245 ഡിവൈഡഡ് ബൈ 10,000 11,000 പ്ലസ് 10,000. അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തും കിട്ടും, കറസ്പോണ്ടിങ് അതിൻ്റെ YCM വാല്യൂം കിട്ടും അല്ലേ. 245 × 100 വാല്യൂ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം. നമുക്ക് കറസ്പോണ്ടിങ് എക്സിഎം വൈസിഎം കിട്ടും. അപ്പോൾ നേരത്തെ y ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ വെക്കുമായിരുന്നെങ്കിൽ നമുക്ക് എക്സിഎം പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അത് 0 വരത്തുള്ളൂ, സിമെട്രിക് ആയിട്ട് വരത്തുള്ളൂ. ഇവിടെ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ രണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. എൻ്റെ വാല്യൂസ് വേണമെങ്കിൽ തന്നേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. വൈയുടെ വാല്യൂ 174.3 mm വരും.